സുപ്രീം കോടതി വിധിയിൽ 1064 പള്ളിയുടെ പേരാണ് വന്നിരിക്കുന്നത്. സാർ, വടക്കഞ്ചേരി പഞ്ചായത്തിലാണ് തിരുവനന്തപള്ളി വന്നിരിക്കുന്നത്. സാറേ, ആ നിയമപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ കിടക്കണം. അതൊക്കെ നിങ്ങൾ കോടതിയിൽ റെപ്രസെന്റ് ചെയ്യേണ്ടതാണ്. കോടതി നമുക്കറിയാം കഴിഞ്ഞ 23 നീണ്ടായിരുന്നു, പിന്നീട് തുടർച്ചയായിട്ട് 3 സിറ്റിംഗ് നടത്തി. അതൊക്കെ കോടതിയിൽ പറയേണ്ട കാര്യങ്ങളാണ്. കോടതി ഉത്തരവ് എന്താണ്? പള്ളി കൈമാറണം എന്നുള്ളതാണ്. അത് നിങ്ങൾ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, സമാധാനപരമായി പള്ളി കൈമാറാൻ നിങ്ങൾ തയ്യാറാണ്. ആ വിധി നടപ്പാക്കാണ് നമ്മുടെ ലക്ഷ്യം. അതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ തടയരുത്. സാറേ, വിശ്വാസികളെ മാറ്റിയിട്ട് വിധി നടപ്പിലാക്കാൻ പറഞ്ഞിട്ടുള്ള കോടതി നിങ്ങൾ എന്താ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത്? അവർക്ക് ആരാധന നടത്താനും പള്ളി കൈമാറാൻ നിങ്ങൾക്ക് സമ്മതമാണ്. വിശ്വാസികളെ മാറ്റിയിട്ട് കോടതി വിധി നടപ്പിലാക്കാൻ ഒരു കോടതി പറഞ്ഞിട്ടില്ല. കോടതിയിൽ പറയേണ്ട കാര്യങ്ങളാണ്. കോടതിയിൽ ഞങ്ങൾ അപ്പീലൊക്കെ പോയതിന്റെ സാറേ എന്താ പറഞ്ഞത്? 25-ാം തീയതി കേസുണ്ട്. അത് മാത്രമല്ല, എത്ര തവണ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ അപ്പീലൊക്കെ ഒരുപാട് തവണ കൊടുത്തില്ല. അപ്പീലിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്ന് സുപ്രീം കോടതിയിൽ ഇന്ന് അത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇപ്പൊ നിലവിലെ വിധി, പക്ഷെ നിലനിൽക്കുന്ന വിധി എന്ന് പറയുന്നത് പള്ളി അവർക്ക് സമാധാനപരമായി കൈമാറാണ്. നിങ്ങൾ അവിടെ ഒരു കോടതി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സമ്മതിക്കണം. അപ്പൊ അതിന് നിങ്ങൾ സമാധാന ഭംഗം വരുത്തരുത്. അല്ല, സാറ് പറഞ്ഞ കാര്യം ഞങ്ങൾ അംഗീകരിച്ചു. കോടതി വിധിയിൽ സിംഗിൾ ബെഞ്ചിന്റെ ഓർഡർ ഉണ്ട്. പക്ഷെ സാർ, ഞാൻ പറയുന്നേക്ക് ഇവിടെ നാട്ടുമധ്യസ്ഥം എന്നുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടുത്തെ ആളുകൾ ചേർന്ന്, അവിടുത്തെ പ്രാധാന്യമുള്ള ആളുകൾ ചേർന്ന് അതിന് ഒരു തീരുമാനമെടുക്കും. അത് തീരുമാനമെടുക്കും രണ്ടു കൂട്ടർക്കും അത് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അത് സമാജത്തിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ അവര് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അതിന്റെ മേലധികാരികൾ കൊടുക്കും. അപ്പൊ ആ ഒരവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണെങ്കിൽ അത് ശരിയല്ല എന്ന് ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഡിവിഷൻ ബെഞ്ച് വരുന്നതുവരെ അതിന്റെ വിധി വരട്ടെ. അങ്ങനെ ഒരു സ്റ്റേയോ എൻട്രി മോഡോ പക്ഷെ ഞാൻ പറഞ്ഞത് നിലവിൽ കൊടുക്കുന്നത് സുപ്രീം കോടതിയിലെ കേസ് നമ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിന്റെ നിയമവശങ്ങളിലേക്ക് സാർ ഇതിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് സാർ ഈ പതാക ഒന്ന് പിടിച്ചടാ. ഇത് നോക്കി, ഈ അമ്പളാണ് സാർ. അവിടെ നിന്ന് കയറി വരുമ്പോ പള്ളിയുടെ ബോർഡ് കണ്ടില്ല. ഇത് യാക്കോബായ സുറിയാനി പള്ളിയാ, ഇത് ഓർത്തഡോക്സ് പള്ളിയല്ല. അവിടെ താഴെയുണ്ട്, അവിടെ താഴെയുണ്ട്, അതാണ് ഓർത്തഡോക്സ് പള്ളി. ഇത് യാക്കോബായ സുറിയാനി പള്ളിയാണ് സാറേ. ഇത് ജീവൻ മരണ പോരാട്ടമാണ് സാറേ. അവർക്കൊരു കുനി, ഞങ്ങൾക്ക് ജീവന പ്രശ്നം, ഞങ്ങളുടെ വിശ്വാസം. ഒന്നിച്ചൊന്നായി പറയുന്നു അമ്മേ ഞങ്ങൾ മറന്നോരോ അന്ത്യോക്കായ മറക്കൂല
ഒരാളെ ജനപ്രയോഗം കോടതി വിധി ബലം പ്രയോഗിച്ച് നടപ്പാക്കുന്ന ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ അല്ലത് വന്നും മണ്ണത് വന്നു അല്ലത് വന്നും മണ്ണത് വന്നു അടുത്തുയർത്തിയ ഞങ്ങളുടെ പള്ളി